السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. وما توفيقي إلا بالله العلي العظيم. عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الحمد لله، الحمد لله الذي خلق الإنسان في أحسن تقويم، وخصه من بين العالمين بالتكريم، وكمله بالعقل والتفكير، وجمله بالنطق والتكليم. والصلاة والسلام على أشرف الخلق سيدنا محمد سيد البشر، وعلى آله الطيبين الطاهرين، وعلى أصحابه الفائزين بصحبة سيد المرسلين. أما بعد، فقد قال الله سبحانه وتعالى في كتابه المحكم العزيز: بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. صدق الله مولانا العلي العظيم. قال حبيبنا ومحبوبنا وعاشقنا ومعشوقنا محمد صلى الله عليه وسلم: رضا الله في رضا الوالدين، وسخط الله في سخط الوالدين. صدق شفيعنا رسول الله صلى الله عليه وسلم: فإن لي ذمة منه بتسميتي محمدا وهو فالخلق بالإمام. مولاي صل وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل
النساء. للخلق كلهم അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിലെ സൗഭാഗ്യ നക്ഷത്രങ്ങളായ സദാത്തുക്കളെ, ദീനീ വിജ്ഞാനത്തിന്റെ പ്രദീപ്ത ഗോപുരങ്ങളായ അഭിവന്യ പണ്ഡിതന്മാരെ, സമാദരണീയരായ ഉമറാക്കളെ, ആഗോള പ്രശസ്ത പണ്ഡിത ശ്രേഷ്ഠർ, മഹാനരായ ഖമറുൽ ഉലമയുടെ തണലിലായി മുസ്ലിം ഇന്ത്യയുടെ ഒളിമങ്ങാത്ത ആശയും പ്രതീക്ഷയുമായി ജ്വലിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദിന്റെ ശിക്ഷണത്തിലായി ഈ വൈജ്ഞാനിക പൂന്തോട്ടത്തിൽ നിന്ന് മധു നുകരുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി വിശുദ്ധ ഇസ്ലാമിന്റെ അഭിമാനാഭിവാദ്യമായ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി വിനീതൻ ഒരു കാര്യം ഉണർത്തിക്കൊണ്ട് പ്രഭാഷണത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ ഒരു പണ്ഡിതൻ അല്ല, ഒരു പ്രഗത്ഭനായ വാഗ്മി അല്ല, പരിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ്. ആയതിനാൽ എന്റെ പ്രഭാഷണത്തിലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാട്ടണമെന്നും എന്നെയും എന്റെ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, ബന്ധുജനങ്ങൾ, സഹപാഠികൾ, സഹോദരങ്ങൾ, സഹായികൾ എല്ലാവരെയും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമേ എന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ സദസ്സ് അല്ലാഹു സ്വീകരിക്കുവാനും അവന് തൃപ്തിപ്പെട്ട മജ്‌ലിസാകുവാനും വേണ്ടി നമുക്ക് ആദ്യമായി ഈ സദസ്സിനെ നാഥനിലേക്ക് സമർപ്പിക്കാം. എല്ലാം അവനെ തവക്കുലാക്കി തുടങ്ങാം. അവനെ തവക്കുലാക്കുന്ന ഒരു കാര്യത്തിലും അവൻ നമ്മെ ഖായിബാക്കി മടക്കില്ലല്ലോ. നാം അവന്റെ അടിമകളാണെന്ന ബോധവും അവൻ നമ്മുടെ ഉടമസ്ഥനാണെന്ന ചിന്തയും നമുക്കുണ്ടാകണം. ഞാൻ സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വഴി തെറ്റുന്ന മക്കളും ഗതിമുട്ടുന്ന മാതാപിതാക്കളും എന്ന വളരെ ഗൗരവമായ ഒരു വിഷയമാണല്ലോ നാം ഇവിടെ ചർച്ചയ്ക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് നല്ല നിലയിൽ അവതരിപ്പിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാ ഗുരു ശിഷ്യ ബന്ധങ്ങൾ തകർന്നടിഞ്ഞ് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത്. മാതാവിന്റെ മഹത്വവും പിതാവിന്റെ പവിത്രതയും എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു പറ്റം യുവാക്കളെ വാർത്തെടുക്കുന്ന, ഒരു പറ്റം യുവാക്കൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം വസിക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ മതങ്ങളും മാതാവിന്റെ മഹത്വവും പിതാവിന്റെ പവിത്രതയും വിളിച്ചോതുന്നുണ്ടെങ്കിലും അല്ലാഹുവിന്റെ ഖദീമായ കലാമായ പരിശുദ്ധമായ ഖുർആൻ
ഉദ്ബോധിപ്പിക്കുന്നത് പോലെ ഒരു മതവും ഒരു ഗ്രന്ഥവും ഒരു ദർശനവും മാതാപിതാക്കളുടെ ഡിഗ്നിറ്റിയെ സംബന്ധിച്ച് ഉദ്ബോധിപ്പിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, തലയിൽ വെച്ചാൽ പേനരിക്കും, തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന നിലയിൽ താരാട്ടി പാലൂട്ടി തേനൂട്ടി വളർത്തിയിട്ട് സ്വന്തം വീടുകളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ട നിലയിൽ തെരുവോരങ്ങളിൽ കൈനീട്ടി നടക്കുന്ന നിരാലംബരായ മാതാപിതാക്കൾ സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ ഒരു ബർഡനായി മാറുന്നു, അഥവാ ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുന്നു. 9 months, 9 days, 9 hours, 9 minutes and 9 seconds. 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 നാഴികയും 9 വിനാഴികയും താണ്ടി ഗർഭം ധരിച്ച് മരണത്തോടടുത്ത വേദന സഹിച്ച് നൊന്തു പ്രസവിച്ച പൊന്നുമ്മയുടെ തിരുനെഞ്ചത്ത് കയറിയിരുന്ന് കഠാര കുത്തിയിറക്കിയിട്ട് ജയിലുകളിലേക്ക് പോകുന്ന മക്കൾ സമൂഹത്തിന് ശാപമായി മാറുന്നു. മദ്യപിച്ച് മത്തടിച്ച് മലക്കം മറിഞ്ഞ് മതോന്മത്തരായി പട്ടാപാതിരാത്രിയുടെ കുറ്റാക്കൂരിരുട്ടിൽ റോഡ് സൈഡുകളിൽ നിൽക്കുന്ന പോസ്റ്റുകളോടും സർവേ കുറ്റികളോടും കഥ പറഞ്ഞ് ആടി സ്വന്തം വീടുകളിലേക്ക് കയറി വരുന്ന മക്കളെയോർത്ത് പൊട്ടി കരയുന്ന മാതാപിതാക്കളുടെ രോദനങ്ങൾ സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറുന്നു. പ്രിയപ്പെട്ടവരെ, വർത്തമാനകാല സംഭവ വികാസങ്ങളിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചാൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ ഓരോന്നും നമ്മെ ഞെട്ടിപ്പിക്കുന്നതല്ലേ? പ്രസവിക്കപ്പെട്ട സമയം മുതൽ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തു വളർത്തിക്കൊണ്ടുവന്നിട്ട് കേവലം 14ഉം 15ഉം വയസ്സ് മാത്രം പ്രായമുള്ള പെൺകൊടികൾ അന്യ യുവാക്കളുമായി നാട് വിട്ടോടിയിട്ട് പോലീസ് സ്റ്റേഷനുകളിലും കോടതി വരാന്തകളിലും വെച്ച് സ്വന്തം മാതാപിതാക്കളോട് ഉമ്മ വാപ്പ നിങ്ങളങ്ങ് പൊക്കോ, ഞാൻ എന്റെ അണ്ണന്റെ കൂടെ പോവുകയാണ്, ഞാൻ എന്റെ ഇക്കാന്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞ് അസഭ്യം പറഞ്ഞ് ആട്ടിപ്പായിക്കുന്ന വൃത്തികെട്ട ജന്തുക്കളെ പ്രസവിച്ച് വളർത്തിപ്പോയതിന്റെ പേരിൽ കൈ കടിച്ചുകൊണ്ട് തലക്കിട്ടടിച്ചുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മാന്യതയുള്ള സമൂഹത്തിന്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഓച്ഛാനിച്ചു നിൽക്കുന്ന മാതാപിതാക്കളെയാണ് നാം ഒരു ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ വീടിന്റെ ഏഴയലത്തു പോലും കയറ്റാൻ പറ്റാത്ത ഏതോ വൃത്തികെട്ട പെൺകുട്ടികളുമായി ചുറ്റി നടക്കുന്ന തന്റെ പൊന്നോമന മകനെയോർത്ത് പൊട്ടിക്കരയുന്നതിനോടൊപ്പം ഇല്ല ഇനി എനിക്ക് അവനുമായി ഒരു ബന്ധവുമില്ല, അവനെ എന്റെ വീട്ടിലേക്ക് കയറ്റുകയില്ലെന്ന് പറഞ്ഞ് അലമുറയിടുന്ന മാതാപിതാക്കളെയല്ലേ സഹോദരങ്ങളെ മറുഭാഗത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്? എവിടെയും സമാധാനമില്ല, എവിടെയും അക്രമങ്ങൾ, എവിടെയും അനീതികൾ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കൈകടിച്ച് രക്ഷപ്പെടാം, തലക്കിട്ടടിച്ചുകൊണ്ട് രക്ഷപ്പെടാം, അവനെ എന്റെ വീട്ടിലേക്ക് കയറ്റുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹം തമ്മിൽ ആന്യത തിരിച്ചു പിടിക്കാം. എന്നാൽ നാളെ അഹ്കമുൽ ഹക്കിമീനായ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ ഓരോ ചോദ്യങ്ങൾക്ക് മുന്നിലും
നമ്മെ പഠിപ്പിക്കുന്നു, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നരകത്തെ നിങ്ങൾ സ്വന്തമായി സൂക്ഷിക്കണേ, അതുപോലെ ഭാര്യ മക്കളെയും കാക്കണേ. നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് നിങ്ങളുടെ ഭാര്യയുടെയും മക്കളുടെയും ഇഹപര വിജയത്തിന് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ മേൽ നിർബന്ധമാണ് രക്ഷിതാക്കളെ. സ്വന്തം മക്കളുടെ മാഹാത്മ്യം എന്തെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടും അവരെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടുന്ന ഉപകാരങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടും മാത്രമാണ് ചില മാതാപിതാക്കൾ മക്കളെ വഴിവിട്ട ജീവിതത്തിലേക്ക് നയിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ ഔദാര്യമാണ് തന്റെ മക്കൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. സ്വന്തം മക്കൾ ഖൽബിന്റെ കനിയാണെന്ന ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇത് മഹാനായ അബൂ യഅല റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മുസ്നദിൽ വ്യക്തമാക്കുന്നു. മക്കളില്ലാത്തതിന്റെ ദുഃഖവും പ്രയാസവും മക്കളില്ലാത്തവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. മർഹൂം തഴവ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ മഹാനവറുകൾ മനുഷ്യത്വം മരവിക്കാത്ത മാതാപിതാക്കളുടെ മനസ്സകത്തിലേക്ക് മക്കൾ മഹത്വം വിളിച്ചറിയിച്ചുകൊണ്ട് നമ്മെ ബോധിപ്പിച്ച ഏതാനും ചില വരികൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്കിടുകയാണ്. പറയുന്നു ത്വാഹ സയ്യിദുൽ അദ്നാനി, ഓടാതെ നിന്നിത് കേൾക്കുക ഭവാനി. സ്വന്തം തനിച്ച് വിരണ്ട് മണ്ണറയ്ക്കുള്ളിലെ കിടക്കുന്ന കാലം തീർച്ചയാണ് നിന്നിലെ. വാത്സല്യ മക്കൾ കൺതടം ഒലിക്കുന്നതായി വന്നവിട നിന്നും കൊണ്ട് കൈ ഉയർത്തുന്നതായി. എന്നാൽ നിനക്കത് കൊണ്ട് ഈനാസുള്ളതാ, അത് നിന്റെ സ്വന്തം മക്കളാൽ ലഭിക്കുന്നതാ. പ്രാർത്ഥിക്കുവാനിരിക്കുന്ന സമയം നിന്നെയും ഓർമ്മിക്കുവാനാരുണ്ട് ഇവരല്ലാതെയും. ഇല്ലെന്നു വന്നാൽ കുട്ടികൾ ഒരു വീട്ടിലെ ബറക്കത്തും അതിലില്ലെന്നുമുണ്ട് ഹദീസിലെ. സ്വന്തം മക്കൾ മാതാപിതാക്കൾക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് പരിധിയില്ലാത്തതും കണക്കില്ലാത്തതുമാണെന്നാണ് മഹാൻ വിശദീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന കൊട്ടാരങ്ങളുണ്ടെങ്കിലെന്താ, പ്രൗഢമായ അധികാര കസേരകൾ ഉണ്ടെങ്കിലെന്താ, ചൂണ്ടുവിരൽ കൊണ്ട് ഒരു രാഷ്ട്രത്തെ നയിക്കുവാനുള്ള ശേഷി ഉണ്ടെങ്കിലെന്താ, ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് പോലെ വരുന്ന പ്രതിസന്ധികളെ നിമിഷാർത്ഥം കൊണ്ട് പ്രതിരോധിക്കുവാനുള്ള അത്യുജ്വലമായ പേഴ്സണാലിറ്റി ഉണ്ടെങ്കിലെന്താ. ഒരു നിമിഷമൊന്നു നിൽക്കണേ, ഒന്നാലോചിക്കണേ. ഇന്നല്ലെങ്കിൽ നാളെ
ഞാനും നിങ്ങളും ഖാബിദുൽ അർവാഹ് അസ്റായീൽ അലൈഹിസ്സലാം, ഞാനും നിങ്ങളും ഖാബിദുൽ അർവാഹ് അസ്റായീൽ അലൈഹിസ്സലാമിന്റെ പിടിയിൽ അമർന്ന് എന്നെയും നിങ്ങളെയും പള്ളിക്കാട്ടിലെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയിട്ട് ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ ഒലിക്കുന്ന കണ്ണുമായി, തുടിക്കുന്ന ഹൃദയവുമായി, വിതുമ്പുന്ന ചുണ്ടുകളുമായി അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യാൻ അല്ലാഹുമ്മഗ്ഫിർ ലി അബീ, അല്ലാഹുമ്മഗ്ഫിർ ലി ഉമ്മീ, എന്റെ ഉപ്പയ്ക്ക് നീ പൊറുക്കണേ അല്ലാ, എന്റെ ഉമ്മയ്ക്ക് നീ മാപ്പാക്കണേ തമ്പുരാനെ എന്ന് അവിടെ വന്നു നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യാൻ മതബോധമുള്ള മക്കളെ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യാൻ മതബോധമുള്ള ഇൽമുള്ള മക്കളെ ഉണ്ടാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. മതബോധമുള്ള മക്കൾ ഇല്ലാതെയാകുമ്പോഴാണ് മക്കൾ വഴിതെറ്റുന്നതും മക്കൾ വഴിതെറ്റിയ കാരണത്താൽ മാതാപിതാക്കൾക്ക് ഗതിമുട്ടുന്നതെന്നും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാം മനസ്സിലാക്കണം. സ്വന്തം മക്കൾ ധർമ്മവും സദാചാരവും പാതി വഴിയിലാക്കി കണ്ണുകൾ മുറുക്കി ചിമ്മി തന്നെ ആരും കാണുന്നില്ല, തനിക്ക് ആരെയും കാണേണ്ടതുമില്ല എന്ന നിലയിൽ അതിശീഘ്രമായ അബദ്ധ സഞ്ചാരം നടത്തി ധർമ്മഗോപുരങ്ങളെ മുഴുവനും തട്ടി തകർത്തുകൊണ്ട് പൈശാചികതയുടെ ഇരുണ്ട കരിമ്പടം ഒരു ആർഭാടങ്ങളുടെ അതിപ്രസരം ബാധിച്ച് മൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലേക്ക് മനുഷ്യൻ വഴിതെറ്റിപ്പോയപ്പോൾ നാട്ടാർക്കും വീട്ടാർക്കും എല്ലാവർക്കും നാണക്കേടുണ്ടാക്കിക്കൊണ്ട് മനുഷ്യൻ വഴിതെറ്റിയപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മക്കൾ വഴിതെറ്റാതിരിക്കാൻ നിങ്ങളുടെ മക്കൾ നന്മയുടെ നാമ്പുകളാകാൻ, നാളെയുടെ നായകരാകാൻ, ഭാവിയുടെ ഭാസുര പുഷ്പങ്ങളാകാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ചില സുപ്രധാനമായ ബാധ്യതകൾ മാതാപിതാക്കൾ നിറവേറ്റേണ്ടതുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ചില സുപ്രധാനമായ ബാധ്യതകൾ, ആ ബാധ്യതകൾ നിറവേറപ്പെട്ടാൽ മക്കളിൽ നിന്ന് ഫലം ലഭിക്കേണ്ട സമയത്ത് ലഭിക്കേണ്ടതുപോലെ ലഭിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് മക്കൾ ജനിച്ചാൽ കുഞ്ഞിന്റെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കണം. കുഞ്ഞ് ആണാണെങ്കിലും ശരി പെണ്ണാണെങ്കിലും ശരി കുഞ്ഞിന്റെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കൽ സുന്നത്താണ്. കുട്ടിക്ക് ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ നടത്തിവെക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. കുഞ്ഞിന് ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നതിന് പുരുഷന്മാരെ തരപ്പെട്ടില്ലെങ്കിൽ സ്ത്രീകളായാലും മതിയെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ
നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കുട്ടിക്ക് ഒരു ബാങ്കും ഒരു ഇഖാമത്തും കൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥ സൃഷ്ടിക്കുന്നവർ ഒരു കാര്യം ചിന്തിക്കണം. നിങ്ങൾ ആ കുഞ്ഞിനോട് ചെയ്യുന്ന ഒന്നാമത്തെ അക്രമമാണിതെന്ന്. എല്ലാവർക്കും മക്കൾ നന്നാവുകയും വേണം. വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടുന്ന സമയത്ത് വേണ്ടതുപോലെ ചെയ്യാൻ തയ്യാറുമല്ല. പിന്നെ എങ്ങനെയാണ് സുഹൃത്തുക്കളെ മക്കൾ നന്നാകുന്നത്? ഖറാറും മക്കീനെന്ന് അല്ലാഹു വിശേഷിപ്പിച്ച ഗർഭാശയമാകുന്ന ലോകത്ത് നിന്ന് ഈ ദുനിയാവിലേക്ക് കടന്നു വന്ന കുഞ്ഞിനെ അല്ലാഹു എന്ന മഹാശക്തിയുടെ പാതയിൽ നിന്നകറ്റാൻ ലഅനത്താക്കപ്പെട്ട പിശാച് ശ്രമിക്കുമ്പോൾ അല്ലാഹു മഹാനാണെന്നും ആരംഭ കൺമണി സയ്യിദുൽ കായിനാത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ തിരുദൂതരാണെന്നും ആ കുഞ്ഞിന്റെ ഇളം കാതിലേക്ക് കേൾപ്പിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ഇളം മനസ്സിൽ ബാങ്കിന്റെ വാചകങ്ങളിൽ അന്തർലീനമായ പ്രൗഢമായ സന്ദേശം ഒരു മെമ്മറി കാർഡിലേക്ക് പ്രോഗ്രാമുകൾ സേവ് ആകുന്നത് പോലെ സേവ് ചെയ്യപ്പെടുകയാണെന്ന് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. കുട്ടിബാല്യത്തൊടുക്കിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്ന ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. قال النبي صلى الله عليه وسلم من ولد له مولود فأذن في أذنه اليمنى وأقام في أذنه اليسرى دفعت عنه أم الصبيان رواه البيهقي قال رسول الله صلى الله عليه وسلم. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ ഉലിദ ലഹു മൗലൂദുൻ, ഒരാൾക്ക് ഒരു കുട്ടി ജനിച്ചാൽ ഫഅല്ലന ഫീ ഉദ്നിഹിൽ യുംന, ആ കുഞ്ഞിന്റെ വലത് ചെവിയിൽ ബാങ്ക് വിളിക്കുകയും വഅഖാമ ഫീ ഉദ്നിഹിൽ യുസ്റാ, ആ കുട്ടിയുടെ ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുകയും ചെയ്താൽ ദുഫിഅത് അൻഹു, ആ കുട്ടിയെ തൊട്ട് സംരക്ഷിക്കപ്പെടും. എന്തിനെ തൊട്ട് സംരക്ഷിക്കപ്പെടും? ഉമ്മു സിബിയാൻ, കുട്ടികളിൽ ഉണ്ടാകുന്ന ഉമ്മു സിബിയാൻ എന്ന അപസ്മാര രോഗത്തെ തൊട്ട് സംരക്ഷിക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മഹത്വവും തൗഹീദിന്റെ തത്വവും മുത്തുനബിയോടുള്ള ബന്ധവും മനുഷ്യന്റെ കഴിവുകേടുകളെ അംഗീകരിക്കലും അടിമത്വം അംഗീകരിച്ച് ഉടമസ്ഥനോടുള്ള വണക്കത്തിന്റെ വിളിയാളങ്ങൾ കേൾപ്പിക്കലുമെല്ലാം ഉൾക്കൊള്ളുന്ന ബാങ്കൊലി കുഞ്ഞിന്റെ കർണപുടങ്ങളിലേക്ക് കേൾപ്പിക്കൽ കൊണ്ട് ആ കുഞ്ഞിനോടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബാധ്യത നിറവേറപ്പെട്ട് കഴിഞ്ഞു. വളരെ പ്രാധാന്യത്തോടുകൂടി ഇത് നിർവഹിക്കപ്പെട്ടാൽ നിസ്സംശയം നിസ്തർക്കം ഭാവിയിൽ ആ കുട്ടി മാതാപിതാക്കൾക്ക് തലവേദന സൃഷ്ടിക്കപ്പെട്ടവനായി മാറുകയില്ല എന്നതിൽ സന്ദേഹമില്ല. രക്ഷിതാക്കളെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് മക്കൾ ജനിച്ചാൽ, നിങ്ങൾക്കൊരു കുട്ടി ജനിച്ചാൽ ആ കുഞ്ഞിന് സ്വാലിഹീങ്ങളെ കൊണ്ട് മധുരം തൊട്ടുകൊടുപ്പിക്കണം. അതിന്റെ മഹത്വങ്ങൾ എന്തൊക്കെയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ബഖിയത്തുസ് സാലിഹീന സ്വാലിഹീങ്ങൾ ഉപയോഗിച്ചതിന്റെ ബാക്കിയുള്ളതിൽ ശിഫയുണ്ട്. ഇത് പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? സ്വാലിഹീങ്ങളുടെ തുപ്പുനീരിൽ ബറക്കത്തില്ലേ? അവരുമായുള്ള സഹവാസം ഇബാദത്തല്ലേ? മഹത്തുക്കളായ സ്വാലിഹീങ്ങളുടെ മുഖത്ത് നോക്കൽ വരെ ഇബാദത്തല്ലേ? ആ മഹത്വം ഉൾക്കൊണ്ട് സ്വാലിഹീങ്ങളെ കൊണ്ട് തൊട്ടുകൊടുപ്പിക്കുവാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? എങ്കിൽ ആ മക്കൾ വഴികേടിലായി പോവുകയില്ല, ആ മക്കൾ വഴിതെറ്റി പോവുകയില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. കുഞ്ഞിളം പൈതലിന് മധുരോപഹാരം നൽകുന്നതിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്ന ഒരു സംഭവം മഹാനായ ഇമാം ബുഖാരി മഹദിയായ ബീവി അസ്മാ റളിയല്ലാഹു അൻഹാ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പ്രിയ പുത്രി ആയിഷത്തു തുഹ്റാ റളിയല്ലാഹു അൻഹയുടെ ജ്യേഷ്ഠത്തി മഹദി പറയുന്നു, ഞാൻ എന്റെ മകനെ മക്കയിൽ വെച്ചാണ് ഗർഭം ധരിച്ചത്. എന്നാൽ പൂർണ്ണ ഗർഭിണിയായിരിക്കെ ഞാൻ മദീനത്തേക്ക് ഹിജറ പോയി. ഫനസൽതു ബിഖുബാ, ഞാൻ മദീനയിലെ ഖുബായിൽ ഇറങ്ങി. ഫവലത്തുഹു ബിഖുബാ, അവിടെ വെച്ച് ഞാൻ എന്റെ മകനെ പ്രസവിച്ചു. എന്റെ മകനെ ഹബീബായ നബി മുസ്ലിദിലേക്ക് ഞാൻ എത്തിച്ചു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ثم دعا بتمرة فملغها ثم تفل في فيه. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തപ്പഴം ആവശ്യപ്പെട്ടു, അവിടുന്ന് കാരയ്ക്ക് ആവശ്യപ്പെട്ടു, അവിടുന്ന് കാരയ്ക്ക് ചവച്ച് ആ അസ്മാ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട പൊന്നുമകന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹ തുടർന്ന് പറയുന്നു, أول شيء دخل جوفه ريق رسول الله. അവൻ ഉള്ളിലേക്ക് ആദ്യമായി കടക്കുന്നത് അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുപ്പുനീരായിരുന്നു. ആപത്തിന്റെ ഇടയിലെ വൈജ്ഞാനിക തേജസ്വികളായിരുന്ന 4 അബ്ദുള്ളമാരുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമാ. ഇവരിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അപ്പോൾ അല്ലാഹുവിന്റെ തിരക്കത്ത് കൊണ്ട് മാത്രമാണ് മഹാനായ അബ്ദുല്ലാഹി ലോക പ്രശസ്തനായ സ്വാലിഹീൻ. അതിന്റെ മഹാത്മ്യം എന്തെന്ന് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി കുട്ടിക്ക് തൊട്ട് കൊടുക്കേണ്ടത് ആരാണെന്ന് ഞാനൊന്ന് ചുരുക്കി പറയാം.
കുഞ്ഞിന് തൊട്ടുകൊടുക്കേണ്ടത് നന്മയുള്ള സത്യവിശ്വാസിയായിരിക്കണമെന്ന് മഹാനായ ഇമാം മുഹീദ്ദീൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശർഹുൽ മുഹദ്ദബിൽ വ്യക്തമാക്കുന്നു. നന്മയുള്ള സത്യവിശ്വാസി എന്നാൽ താരിഖു സ്വലാത്താകാൻ പാടില്ല, മദ്യപാനിയാകരുത്, വ്യഭിചാരിയാകരുത്, ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറഞ്ഞു നടക്കുന്ന ആളാകരുത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ ആസാറുകളെയും അവിടുത്തെ സച്ചരിതരായ സ്വഹാബ കിറാമിനെയും ഔലിയാക്കളെയും കുറ്റം പറഞ്ഞു നടക്കുന്ന പുത്തൻ സഹോദരങ്ങളെ, മറിച്ച് ആരാണ് നന്മയുള്ള സത്യവിശ്വാസികൾ? അല്ലാഹുവിന്റെ ഔലിയാക്കൾ, സാദാത്തുക്കൾ, ആലിമീങ്ങൾ, ഇബാദത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്ന ആബിദീങ്ങൾ, ഇവരൊക്കെയാണ് നന്മയുള്ള സത്യവിശ്വാസികൾ. അതുകൊണ്ട് നോക്കുമീ കുതിരത്തുകൾ വരവിന്റെ മുമ്പ് നിറച്ചവൻ ഗോഡൗണുകൾ. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്താണ് ഈ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഉമ്മമാർക്കും മാത്രമുള്ള 3 സ്പെഷ്യൽ ഓഫറുകൾ. ഒന്ന്, നമ്മെ ഗർഭം ചുമന്നതാരാണ്? വളരെയധികം പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നമ്മെ ഗർഭം ചുമന്നത് നമ്മുടെ ഉമ്മയാണ്. മരണത്തോടടുത്ത വേദന സഹിച്ച് നൊന്തു പ്രസവിച്ചതാരാണ്? അതും ഉമ്മയാണ്. നമ്മെ പാലൂട്ടി വളർത്തിയതാരാണ്? അതും ഉമ്മ തന്നെ. ഈ 3 കാര്യങ്ങൾ ഉപ്പയിൽ ഒഴിവാണ്. എന്റെ തങ്കക്കട്ടികളായ ഉമ്മമാരെ, നിങ്ങൾ മക്കളെ ഗർഭം ചുമന്നപ്പോഴും അവരെ പ്രസവിച്ചപ്പോഴും അവരെ പാലൂട്ടി വളർത്തിയപ്പോഴുമെല്ലാം നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചിരുന്നുവല്ലോ. എങ്കിൽ അതിനെല്ലാം പ്രതിഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവിശാലമായ സ്വർഗലോകത്ത് നിങ്ങൾക്ക് വിശാലമായ സൗധങ്ങൾ, വിശാലമായ കൊട്ടാരങ്ങൾ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ വിശാലമായ പ്രതിഫലങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ലഭിക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. നിങ്ങൾ മക്കളെ ഗർഭം ചുമന്നപ്പോഴും അവരെ പ്രസവിച്ചപ്പോഴും അവരെ പാലൂട്ടി വളർത്തിയപ്പോഴും എല്ലാം മനസ്സിൽ ഒരു കാര്യം നിയ്യത്ത് ചെയ്യണം, മനസ്സിൽ ഒരു കാര്യം ഉറപ്പിക്കണം. അല്ലാഹുവേ, എന്റെ ഈ പൊന്നുമോനെ നിന്റെ ദീനിന്റെ ഒരു ഖാദിമാക്കിയേക്കാമല്ലാ. എന്റെ ഈ പൊന്നുമോളെ നിന്റെ ദീനിന്റെ മുറയനുസരിച്ച് ഞാൻ വളർത്തിയേക്കാമല്ലാ എന്ന് നിങ്ങളങ്ങ് കരുതിയാൽ നിസ്സംശയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന വിശാലമായ പ്രതിഫലങ്ങൾക്ക് ഒരു കുറവും സംഭവിക്കുകയില്ല. മുലയൂട്ടിയാൽ സൗന്ദര്യം നശിക്കുമെന്ന പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടത്തി ഉമ്മമാരെയും അമ്മമാരെയും മുലയൂട്ടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കുപ്പിപ്പാൽ കമ്പനിക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ മറ്റു പാലുകളെ അപേക്ഷിച്ച് വളരെയധികം പോഷക മൂല്യങ്ങൾ ഉള്ളതാണ് മുലപ്പാൽ. അന്നജവും മാംസവും കൊഴുപ്പമുള്ളതിനാൽ കുഞ്ഞിന്റെ തലച്ചോറിന്റെയും മറ്റും വളർച്ചയെ അത് സഹായിക്കുന്നു. ഉമ്മമാരെ,
മുലപ്പാലമൃതാണ് കേട്ടോ. മുലയൂട്ടാതിരിക്കുന്നത് മൂലം മാതാവിനും കുഞ്ഞിനും അനവധി രോഗങ്ങൾ ഉണ്ടാകുമെന്ന് ആധുനിക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ബോധിപ്പിക്കുന്നത് 2 വർഷക്കാലം മക്കളെ മുലയൂട്ടണമെന്നാണ്. പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമൊന്ന് നോക്കൂ ഉമ്മമാരെ. പരിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു, ഹമലത്ഹു ഉമ്മുഹു വഹനൻ അലാ വഹനൻ വഫിസാലുഹു ഫീ ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക് ഇലയ്യൽ മസീർ. അവന്റെ ഉമ്മ പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ചാണ് അവനെ ഗർഭം ധരിച്ചത്. 2 വർഷക്കാലമാണ് അവൾ അവനെ മുലയൂട്ടിയത്. ആയതിനാൽ നിങ്ങൾ എനിക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തുവീൻ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പരിശുദ്ധ ഖുർആൻ ശരീഫ് 2 വർഷക്കാലം തീർത്തും മക്കൾക്ക് മുലയൂട്ടണമെന്ന് പറഞ്ഞതിന്റെ രഹസ്യം എന്തെന്ന് നിങ്ങൾക്കറിയുമോ? 3 മാസമാകുമ്പോൾ കുഞ്ഞ് കമഴ്ന്ന് കിടക്കാൻ തുടങ്ങും. 4നും 12നും ആഴ്ചകൾക്കിടയിൽ കുഞ്ഞ് തല ഉയർത്തി പിടിക്കും. 8 മാസമാകുമ്പോൾ കിടന്നുരുളാനും മറിയാനും മലർന്നു കിടക്കാനും കുഞ്ഞിന് കഴിയും. 8 മാസം പൂർത്തിയാകുമ്പോൾ പിടിക്കാതെ ഇരിക്കാൻ കുഞ്ഞിന് സാധിക്കും. 9 മാസമായാൽ മുമ്പോട്ട് നീന്താനും 10 മാസമായാൽ പിടിക്കാതെ നിൽക്കാനും, 1 വയസ്സാൽ നടക്കാനും, 2 വയസ്സായാൽ ഓടാനും സ്റ്റെപ്പുകൾ കയറാൻ ഈ എന്തു വേണം? നല്ല ആരോഗ്യം വേണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പല ഉമ്മമാർക്കും ഇന്ന് വലിയ പരാതിയാണ്. എന്താണ് പരാതി? ഉസ്താദേ, എന്റെ മകന് എന്നോടൊരു സ്നേഹവുമില്ല, അവൻ എന്നെ ഒരു അല്പം പോലും സ്നേഹിക്കുന്നില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാവിനും കുഞ്ഞിനും ഇടയിൽ സ്നേഹത്തിന്റെ ഒരു പാലം പണിഞ്ഞിട്ടുണ്ട്. ആ പാലത്തെ ബന്ധിപ്പിക്കുന്നത് മുലയൂട്ടലിലൂടെയാണെന്ന് നിങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെ മനസ്സിലാക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്മ പൂത്തുലയുന്ന മക്കളായി നിങ്ങളുടെ മക്കൾ മാറുവാൻ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളാണ്. ഒരു കുട്ടിയെ പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നാം സംസാരിച്ചു. കുഞ്ഞിന് സ്വാലിഹീങ്ങളെ കൊണ്ട് മധുരം തൊട്ടുകൊടുപ്പിക്കുന്നതിന്റെ മഹത്വം അല്പം നാം വിശദീകരിച്ചു. കുട്ടിയെ മുലയൂട്ടുന്നതിന്റെ മഹത്വവും നാം ചർച്ച ചെയ്തു. എന്നാൽ ഇനിയും പല ബാധ്യതകൾ ഉണ്ട്. ഒരു കുട്ടിയെ പ്രസവിക്കപ്പെട്ടതിന്റെ 7ാം ദിവസം സുന്നത്താക്കപ്പെടുന്ന 3 കാര്യങ്ങളുടെ ഗൗരവം ഉൾക്കൊള്ളാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അതിൽ ഒന്നാമതായി സുന്നത്താകുന്നത് നാമകരണം ചെയ്യലാണെന്നും രണ്ടാമതായി സുന്നത്താകുന്നത് അഖീഖയാണെന്നും മൂന്നാമതായി സുന്നത്താകുന്നത് മുടി കളയൽ. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബാധ്യതകളിൽ അതിപ്രധാനമായ ഒന്നാണ് നാമകരണം ചെയ്യൽ. പ്രിയപ്പെട്ട മുസ്ലിമേ, നിനക്ക് ഏത് പേരാണ് നല്ലതെന്നും നിനക്ക് അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പേരിടണമെന്നും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നകും തുദഊന യൗമൽ ഖിയാമ بأسمائكم وأسماء آبائكم فأحسنوا أسماءكم. رواه أبو داود. قال رسول الله صلى الله عليه وسلم. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ പേരുകൾ കൊണ്ടും നിങ്ങളുടെ പിതാക്കളുടെ പേരുകളെ കൊണ്ടുമാണ് വിളിക്കപ്പെടുന്നത്. ആയതിനാൽ നിങ്ങൾ നിങ്ങളുടെ പേരുകളെ മെച്ചപ്പെടുത്തുവീൻ. ഏതാണ് സുഹൃത്തുക്കളെ മെച്ചപ്പെട്ട പേരുകൾ? അതും മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും മെച്ചപ്പെട്ട പേരുകൾ അല്ലാഹുവിന്റെ നാമങ്ങളോടൊപ്പം അബ്ദ് ചേർത്തിടലാണ്. ഉദാഹരണത്തിന് അബ്ദുള്ള, അബ്ദുർ റഹ്മാൻ, അബ്ദുൽ ഹക്കീം, അബ്ദുൽ ഫത്താഹ്, അബ്ദുൽ മജീദ്, എത്രയെത്ര സുന്ദരമായ നാമങ്ങളാണ് സുഹൃത്തുക്കളെ. കുട്ടി ഭാവിയിൽ ഒരു ഡോക്ടറായാൽ ഡോക്ടർ അബ്ദുൽ ഹക്കീം, ഒരു എഞ്ചിനീയർ ആയാൽ എഞ്ചിനീയർ അബ്ദുൽ ഫത്താഹ്, അഡ്വക്കേറ്റ് അബ്ദുൽ മജീദ്, എത്രയെത്ര സുന്ദരമായ നാമങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 10 മാസക്കാലത്തോളം പടച്ചവനോട് കരഞ്ഞ് ഒടുവിൽ അവൻ ഒരു കുഞ്ഞിനെ തന്നപ്പോൾ അവന്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് 2 അക്ഷരമുള്ള മോഡേൺ പേരുകളുടെ പിന്നാലെ പായുന്ന മുസ്ലിം നാമധാരികൾ അല്ലാഹുവിനോട് ശുക്റില്ലാത്തവരും അവന്റെ കൽപ്പനകളെ ധിക്കരിച്ചവരുമാണെന്ന് മാത്രമാണ് ഞാൻ ഇത്തരുണത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതുവരെ നാം ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു കുട്ടിയുടെ മേൽ ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾക്കുള്ള സുന്നത്തായ ബാധ്യതകളാണെങ്കിൽ, ഒരു കുട്ടിയെ പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ വകതിരിവെത്തിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ മേൽ അവന്റെ മാതാപിതാക്കൾക്ക് ഒന്നാമതായി നിർബന്ധമാകുന്നത് അല്ലാഹുവിന്റെ ഹബീബ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കലാണെന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിൽ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുന്ന് എവിടെയാണ് വഫാത്തായത്, അവിടുത്തെ ഉപ്പയുടെ പേരെന്ത്, അവിടുത്തെ ഉമ്മയുടെ പേരെന്ത് തുടങ്ങിയ കാര്യങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധമാണ് രക്ഷിതാക്കൾ. നമ്മൾ ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു, ഈ ഉപ്പയൊക്കെ പ്രായമായി, ഈ ഉപ്പയൊക്കെ മരിക്കാറായി, ഈ ഉപ്പയുടെ ഒരഭിലാഷമുണ്ട്, അത് എന്റെ പൊന്നുമോൻ ഒന്ന് വീട്ടി തരുമോ?
കേവലം 17 വയസ്സ് മാത്രം പ്രായമുള്ള ലുഖ്മാനുൽ ഹക്കീം തങ്ങളുടെ പൊന്നുമോൻ പറയുന്നു, ഉപ്പാ, അവിടുത്തെ ആഗ്രഹം എന്താണെങ്കിലും പറയൂ ഉപ്പാ. ലുഖ്മാൻ തങ്ങൾ പറയുകയാണ്, എന്റെ പൊന്നുമോനെ, ഉപ്പാന്റെ ആഗ്രഹം മറ്റൊന്നുമല്ല, ഉപ്പയുടെ ആഗ്രഹം മറ്റൊന്നുമല്ല. ഈ ഉപ്പയ്ക്ക് എന്റെ പൊന്നുമോൻ സ്വർഗത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു കൊണ്ടുതരുമോ? ആ മകൻ പറയുന്നു, ഉപ്പാ, 5 മിനിറ്റിനുള്ളിൽ ഞാൻ കൊണ്ടുതരാം ഉപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൊന്നാര പൊന്നുമോൻ ലുഖ്മാൻ തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ആ പള്ളിയിൽ നിന്നിറങ്ങി ഓടുന്നു. ലുഖ്മാൻ തങ്ങളുടെ സവിധത്തിൽ നിന്നിറങ്ങി ഓടുകയാണ്. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഫതഹയ്യറ, അവിടുന്ന് തരിച്ചിരിക്കുകയാ. തന്റെ പൊന്നുമോൻ ഏത് സ്വർഗത്തിലേക്കാണ് പോകുന്നത്, ഏത് സ്വർഗത്തിലേക്ക് പോയിട്ട് എന്താണ് കൊണ്ടുവരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ലുഖ്മാൻ തങ്ങൾ ഇരിക്കുമ്പോ ആ മകൻ ഓടി കിതച്ചുകൊണ്ട് പോവുകയാണ്. എവിടേക്കാണ് പോകുന്നതെന്നറിയുമോ? തന്റെ വീട്ടിന്റെ അടുക്കളയിൽ നിന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മാന്റെ സമീപത്തേക്ക് ചെന്നിട്ട് പറയുന്നു, ഉമ്മാ, അവിടുത്തെ കാലൊന്ന് പൊക്കിയാലും ഉമ്മ. ആ ഉമ്മ ചോദിക്കുന്നു, എന്തിനാണ് മോനെ ഞാൻ കാലുയർത്തേണ്ടത്? ആ മകൻ പറയുന്നു, ഉമ്മ, ഒന്ന് അനുവദിച്ചാലും അവിടുത്തെ കാലൊന്ന് ഉയർത്തിയാലും ഉമ്മ. ആ പൊന്നുമോൻ ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലുണ്ടായിരുന്ന, ഉമ്മാന്റെ ചെരുപ്പിന്റെ ചുവട്ടിലുണ്ടായിരുന്ന മണ്ണ് വടിച്ചെടുത്ത് ഒരു കടലാസിലിട്ട് പൊതിഞ്ഞുകൊണ്ട് ഉപ്പാന്റെ സമീപത്തേക്ക് വരുന്നു. ഉപ്പാ, ഹാദാ തുറാബും മിൻ തുറാബിൽ ജന്ന, ഹാദാ തുറാബും മിൻ തുറാബിൽ ജന്ന. ഉപ്പാ, ഇത് സ്വർഗത്തിലെ മണ്ണാണ് ഉപ്പാ. എന്റെ ഉപ്പയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് ഉപ്പാ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ പൊന്നുമോനെ ഖബ്ബലഹു വഅനഖഹു, വാരി പുണർന്ന് ചുംബനങ്ങൾ കൊടുത്തിട്ട് ചോദിക്കുന്നു, പൊന്നുമോനെ, നിനക്ക് ഈ മണ്ണ് എവിടുന്ന് ലഭിച്ചു മോനെ? ആ മകൻ പറയുകയാണ്, ഉപ്പാ, മിൻ തഹ്തി ഖദമി ഉമ്മി, മിൻ തഹ്തി ഖദമി ഉമ്മി, എന്റെ ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിൽ നിന്നാ, അത് എന്റെ സ്വർഗമാണ് ഉപ്പാ. ഞാൻ എന്റെ സ്വർഗത്തിൽ നിന്നാണ് ഈ മണ്ണ് കൊണ്ടുവന്നതെന്ന് പറയുമ്പോ ലുഖ്മാനുൽ ഹക്കീം തങ്ങള് തന്റെ പൊന്നുമോനെ വാരി പുണർന്നുകൊണ്ട് ചുംബനങ്ങൾ നൽകിക്കൊണ്ട്, ചുടുചുംബനങ്ങൾ നൽകിക്കൊണ്ട് ലുഖ്മാൻ തങ്ങൾ പൊട്ടി പൊട്ടിക്കരയുന്നു. ലുഖ്മാൻ തങ്ങൾ പറയുകയാണ്, ഉമ്മാനെ മറക്കാത്ത മോനെ, ഈ ഉപ്പാനെ മറക്കരുതേ. അൽ വാലിദാനി ബാബാനി മിൻ അബ്വാബിൽ ജന്ന, അൽ വാലിദാനി ബാബാനി മിൻ അബ്വാബിൽ ജന്ന. ഉമ്മാനെ മറക്കാത്ത മോനെ,
ഈ ഉപ്പാന മോനെ നീ മറക്കരുത്. ഉമ്മയും ഉപ്പയും സ്വർഗത്തിന്റെ കവാടങ്ങളാണെന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് പഠിപ്പിച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ മാതാപിതാക്കളുടെ തൃപ്തി ലഭിക്കാതെ നമുക്ക് അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുകയില്ലെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അധികം പ്രയാസപ്പെട്ടുകൊണ്ട് മാതാപിതാക്കൾ ദിനരാത്രങ്ങളെ കടിച്ചുകൂട്ടുന്ന ഒരു കാലഘട്ടത്തിലല്ലേ സുഹൃത്തുക്കളെ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? സമ്പന്നതയുടെ കൂത്തരങ്ങിൽ ഉമ്മയെ മറന്ന്, ഉപ്പയെ മറന്ന്, വീട്ടുകാരെ മറന്ന്, കുടുംബക്കാരെ മറന്ന് 2004 ഡിസംബർ 26 പ്രിയപ്പെട്ടവരെ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ശീതള കാറ്റേറ്റ് കടലോരങ്ങളിൽ ഹുങ്കും വങ്കത്തരവും വിളിച്ചു പറഞ്ഞുകൊണ്ട് മനുഷ്യൻ മതി മറന്നപ്പോൾ, മനുഷ്യർ വഴികേടിലേക്ക് കടന്നു ചെന്നപ്പോൾ, വഴികേടായ രീതികളിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചപ്പോൾ മരണം അവരെ മാടി വിളിച്ചതെങ്ങനെയെന്ന് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് അല്ലാഹുവിന്റെ കഠോരമായ ശിക്ഷകൾ ഇറക്കി, അല്ലാഹുവിന്റെ കഠോരമായ പരീക്ഷണങ്ങൾ ഇറക്കി. വഴിതെറ്റിയ ജീവിതവുമായി മുന്നോട്ട് നീങ്ങിയ ജനതയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായ താക്കീതുകൾ നൽകി. അതേ സുഹൃത്തുക്കളെ, 2004 ഡിസംബറിൽ നടന്ന സുനാമി ദുരന്തം ലോകത്തിന് മറക്കാൻ കഴിയില്ല. സുനാമി ദുരന്തത്തിലൂടെ ചിലയിടങ്ങൾ തന്നെ കടലിൽ കലങ്ങിപ്പോയി. ഭൂമിയിൽ ഇന്ന് ആ ഗ്രാമങ്ങളില്ല, ആ ദ്വീപുകളില്ല, അവിടെ ജീവിച്ച മനുഷ്യരില്ല, അവരുടെ സംസ്കാരങ്ങളില്ല, അവരുടെ സമ്പാദ്യങ്ങളില്ല, അവിടെ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ പാർട്ടികളില്ല, ചേരിതിരിവുകളില്ല, കൂട്ടിയടികളില്ല, കുടുംബ കലഹങ്ങളില്ല, ഗോത്ര കലാപങ്ങളില്ല. എല്ലാം ശൂന്യമായ മട്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കളഞ്ഞെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ: വഴിതെറ്റിയ ജീവിതം നയിച്ച്, വഴികേടിലായ ജീവിതം നയിച്ച്, അല്ലാഹുവിനെ മറന്ന് ആർഭാടപരമായ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് ഈമാൻ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹുവേ, ഇവരെ ആരെയും, ഞങ്ങളെ ആരെയും, ഒരാളെയും നീ എത്തിക്കരുതേ എന്ന് മാത്രമാണ് എനിക്ക് ഈ ഇത്തരുണത്തിൽ പറയാനുള്ളത്. ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇവിടെ പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മാതാപിതാക്കളെ നമുക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട മാതാപിതാക്കൾ, അവരെ പൂർണ്ണമായി അനുസരിച്ച് അവരുടെ പൊരുത്തത്തിലായി ജീവിതം കഴിച്ചുകൂട്ടാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അവരുടെ എല്ലാവിധമായ രോഗങ്ങളും നീ മാറ്റണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, അവരുടെ പാരത്രിക ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ ഖബറിലെ ജീവിതം ഞങ്ങൾക്കറിയില്ല അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ ഖബറുകളിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ സാഅത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് നീ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നീ മാറ്റണേ തമ്പുരാനെ. നിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ നീ തൗഫീഖ് തരണേ അല്ലാഹ്.
ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേറ്റം സ്നേഹിച്ച് അവിടുത്തെ മനസ്സാ വാചാ കർമ്മണ സ്നേഹിച്ച് ജീവിച്ച് മരിക്കുവാനുള്ള മഹത്തായ തൗഫീഖ് ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. അവിടുത്തെ അനുഗ്രഹീതമായ ആധാറുകൾ അതിനെ അങ്ങേറ്റം ആദരിക്കാനും ബഹുമാനിക്കാനുമുള്ള മഹത്തായ തൗഫീഖ് ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. ഞങ്ങളുടെ ആദരണീയരായ ഈ കാലഘട്ടത്തിൽ ദീനിന് വേണ്ടി പടയോട്ടം നടത്തുന്ന ഞങ്ങളുടെ അഭിവന്ദ്യരായ ഖമറുൽ ഉലമാ ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് അവിടുത്തെ